ഓൾ മലേഷ്യ പോയതിൻ്റെ സെക്കൻഡ് ഡേ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജെൻറ്റിങ് ഹൈലാൻഡ്സ് ആണ്. അപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കേബിൾ കാർ എടുക്കണം. അപ്പോൾ അത് ഏറ്റവും ടോപ്പ് ഫ്ലോർ. എവിടേക്കാണ് പോകണമെന്ന് അറിയാം? ജെൻറ്റിങ് ഹൈലാൻഡ്സ്, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ജെൻറ്റിങ് ഹൈലാൻഡ് കണ്ടിട്ട് നമുക്ക് പറയണ്ട. ഇപ്പം നമ്മൾ കയറാൻ പോവുക. സ്പീഡ് കൂടി. നമ്മൾ ഈ കേബിൾ കാറിൽ പോകുമ്പോൾ 2 ഡെസ്റ്റിനേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 2 സ്റ്റോപ്പ് ഉണ്ട്. ദ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചിൻസ്വി ടെമ്പിൾ എന്ന് പറയും. അതൊരു ചൈനീസ് ടെമ്പിളാണ്. അപ്പോൾ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എത്തുന്നത്, വിച്ച് ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഹോട്ടൽ എന്ന് പറയപ്പെടുന്നു. സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിലോട്ട് ഇപ്പോൾ എത്തും. നമ്മൾ ചിൻസ്വി സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മൾ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമ്മൾ കുറേ എസ്കലേറ്റർ ഇറങ്ങാനുണ്ട്. ഇതേപോലെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കയറുകയും വേണം. സോ വിച്ച് ഈസ് ലൈക്ക് ഒരുപാടുണ്ടായിരുന്നു. ഒരു 4-5 എസ്കലേറ്റർ മിനിമം എങ്കിലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആ ടെമ്പിളിൻ്റെ അവിടെ എത്താൻ. ഇത് നോക്കൂ, സോ പ്രിറ്റി. ഭയങ്കര Wow. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് സോ പ്രിറ്റി. ഇതെല്ലാം ഒരു ചൈനീസ് ടെമ്പിളാണ്. ഇതൊരു വലിയ ബുദ്ധയുടെ ഒരു എന്താ പറയുക, പ്രതിമ, സ്റ്റാച്യു. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. Yeah, so this is the entire view. So ഇതാണ് ഈ ചൈനീസ് ടെമ്പിളിലെ വ്യൂ. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി പോകാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വി ക്യാൻ ഗോ. ആ എൻറ്റയർ മൗണ്ടെയിൻ മൊത്തം കയറാൻ പറ്റും. പക്ഷെ നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് കയറുന്നില്ല. ബട്ട് ഇവിടെ തന്നെ കാണാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളത്. ഇറ്റ്സ് റിയലി പ്രിറ്റി. ബൈ ദ വേ, ഞാനിന്ന് ഇട്ടിരിക്കുന്നത് ഒരു വിയറ്റ്നാമീസ് ഡ്രസ്സാണ്. ഐ തിങ്ക് ഇതായിരുന്നു ഞാൻ കറക്റ്റ് നോക്കി ഇട്ടത്. അങ്ങനെ ചൈനീസ് ഡ്രസ്സൊക്കെ നമുക്ക് റെൻറ്റിനെടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനം. ഈ ഏരിയയിൽ കുറേ ചൈനീസ് ടെമ്പിൾ അവിടെ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഇത്. അതിൻ്റെ അകമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൈക്കൊന്ന് ഊരി വെച്ചു. സോ ഞാൻ ഉറക്കെ സംസാരിക്കുകയാണ്. അറിയില്ല എത്രമാത്രം കേൾക്കാൻ പറ്റുന്നത്.
ഈ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആക്ച്വലി പോകുന്നത് കുറച്ചല്ല ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു പിങ്ക് പേരക്ക കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് താഴെ വരെ പോയത്. നേരത്തെ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എലിവേറ്ററിലാണ് പോകുന്നത്, കാരണം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനുള്ള സമയമായി. ഓക്കെ, ഞാൻ തിരിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാർഡ് വർക്കായില്ല. കാരണം അവർക്ക് ഇവിടുത്തെ കാർഡ് മാത്രമേ ചില ഇതിൽ വർക്കാകാറുള്ളൂ. അപ്പോൾ അങ്ങനെ കാർഡ് വർക്കാൻ വേണ്ടി ഞാൻ ക്യാഷ് എടുക്കാൻ പോയത്. അപ്പോൾ ഞാൻ വാങ്ങിയത് ഈ സാധനം, ഇത് അച്ഛനൊക്കെയാണ്. അവിടുന്ന് നമ്മൾ ഇങ്ങനത്തെ ജ്യൂസസൊക്കെ വാങ്ങുമ്പോൾ അതിൽ കൂടുതലും നോ ആഡഡ് പ്രിസർവേറ്റീവ്സ് ആൻഡ് നോ ആഡഡ് ഷുഗർ എന്ന് കാണാം. അതുകൊണ്ട് ചിലർക്ക് ഇപ്പം നല്ല മധുരമൊക്കെ വേണവർ ഇതൊന്നും കുടിക്കാതിരിക്കുക, അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ചൈനീസ് ടെമ്പിളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ്, ദാറ്റ് ഈസ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇൻ കേബിൾ കാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഒരു പ്രോപ്പർ നെയിം അങ്ങനെയൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്, ഒരു വലിയ കോംപ്ലക്സ് ഉണ്ട്, വിച്ച് ഈസ് നോട്ട് ദ ഫസ്റ്റ് വേൾഡ് കോംപ്ലക്സ്. അതും പോരാഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുള്ള ഹോട്ടലും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേബിൾ കാറിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല രസമല്ലേ താഴേക്ക് നോക്കുമ്പോൾ കുറേ നല്ല നല്ല വ്യൂ ഒക്കെ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഹ്യൂജ് കേബിൾ കാറായിരുന്നു. ടു ബി ഓണസ്റ്റ് 6 to 10 പീപ്പിൾ വരെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേബിൾ കാർ കൂടെ ആയിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കുറച്ച് വിഷ്വൽസാണ്. ദാറ്റ് ഈസ് നമ്മൾ എത്താനായപ്പോഴേക്കും ഉള്ള വിഷ്വലാണ് ഇത്. ഇപ്പം ഞാൻ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബിൽഡിംഗ് കാണിക്കും. അതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഹോട്ടൽ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇതൊരു കോംപ്ലക്സ് ആണ്. ഇവിടെ ഒരുവിധം എല്ലാം ഉണ്ട്, ഒരു മോള് പോലെ തന്നെ. ലൈക്ക് ഷോപ്പിംഗ്, ഫുഡ്, 7-Eleven. ഞാൻ എപ്പോഴും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പോകാൻ പറ്റിയിട്ടില്ല. സോ ഇന്ന് ഞാൻ എന്തായാലും ബേസിക്കലി ഇതൊക്കെ ഷോപ്പിംഗ് മോള് പോലെയാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ഓഫ് കേബിൾ കാർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഒരു ഹോട്ടലാണ്. അത് പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സോ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുക. അതൊരു ഷോപ്പിംഗ് മോളും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുക. ആൻഡ് അബൌട്ട് ദി ഹോട്ടൽ ഞാൻ ഓർത്തത്, ദർ ഇസ് സംവാട്ട് അബൌട്ട് 7,000 റൂംസ് ഇൻ ദാറ്റ് ഹോട്ടൽ. നമ്മളാദ്യം ഇങ്ങനെ ചുറ്റി എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു, ഷോപ്പിംഗ് മോള്. എന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് വേൾഡ് കോംപ്ലക്സ് കൊള്ളാം. This is the center part of the complex. നമ്മൾ ആക്ച്വലി ഫ്ലോർ ബൈ ഫ്ലോർ ഇറങ്ങി എല്ലാം കണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി, എന്നിട്ട് ലാസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴേക്കും ഫുഡ് കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ. ബ്ലൈൻഡ് ബോക്സ്. ഇത് ലബൂബു അല്ല തോന്നുന്നു, ലബൂബു പോലെ തന്നെ കുറേ. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളാദ്യം കുറച്ചധികം റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് മെനു ഒക്കെ നോക്കി, എന്നിട്ട് നമുക്ക് പറ്റുന്നതാണോ അതോ വേണോ എന്നൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് മെനു ഒക്കെ കണ്ട് എടുത്തു. ആൻഡ് അതിൻ്റെ പേരാണ് ഗ്രാൻഡ് മാമാസ് ഫ്ലേവർ ഓഫ് മലേഷ്യ എന്ന്. സോ ഫുഡൊക്കെ വന്നു. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അച്ഛനും ഒരേപോലെ എടുത്തത് ലക്സ കറി സൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡും, പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വെജിറ്റബിൾ ബെൻറ്റോ പ്ലേറ്റർ പോലൊരു സാധനമായിരുന്നു. ഇതാണ് ആ കടേൻ്റെ ലോഗോ. നല്ല ക്യൂട്ടായിട്ടില്ലേ?
അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ അവിടെയും ഫുഡ് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഷോപ്പ്, പിന്നെ അൾട്ടിമേറ്റ്ലി ഇത് തീം പാർക്കിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. ക്ലിയറൻസ് സെയിലേക്ക് വന്നതാണ്. ഇത് മറ്റേ സ്കൈ വേൾഡ് തീം പാർക്കിൻ്റെ എൻട്രി. അവിടെ ചെന്നപ്പോൾ എഗൈൻ നമ്മളൊരു എസ്കലേറ്ററും പിന്നെ താഴോട്ടേക്കുള്ളൊരു വഴിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് നമ്മൾ കാണുന്നത് വേറെ കുറച്ചും കൂടെ ഷോപ്പും പിന്നെ ഒരു എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ എക്സിബിഷൻ, ഒരു ജാപ്പനീസ് എക്സിബിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം ജാപ്പനീസ് ആയിരുന്നു ആൻഡ് അവിടുത്തെ ആൾക്കാരും ജാപ്പനീസ് ആയിരുന്നു. ആൻഡ് ദർ വാസ് സോ മെനി സ്റ്റോൾസ്, നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങാം. അവിടെ ആക്ച്വലി ഇതിനെപ്പറ്റി ഒരു ബോർഡോ കാര്യങ്ങളൊന്നുമില്ല. സോ ഇൻ ഡീറ്റെയിൽ പറയാൻ എനിക്കും അറിയില്ല. സോ ഐ അസ്യൂം ഇറ്റ് ഈസ് എ ജാപ്പനീസ് തീംഡ് എക്സിബിഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇറ്റ് വാസ് വെരി പ്രിറ്റി ടു സീ. നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അത് മാത്രമല്ല നമുക്ക് ജാപ്പനീസ് സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. തിങ് ഈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് 7-Eleven പോയതൊക്കെ. കാരണം നമ്മുടെ വയർ അത്രയും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിച്ചിട്ട്. ടു ബി ഓണസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഉണ്ടായിരുന്നില്ല. ലഞ്ചിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 7-Eleven വന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും എനിക്ക് എന്താ വാങ്ങണ്ടേ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ പൊതുവേ എനിക്ക് ഇങ്ങനത്തെ കടകളിലൊക്കെ കയറുക, ജസ്റ്റ് ഇങ്ങനെ കാണുക, അതൊക്കെ ഒരു വിനോദമായതുകൊണ്ട് ഞാനെല്ലാം കണ്ടും എന്നിട്ട് അതേപോലെ ഇറങ്ങി. ഒന്നും വാങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വാങ്ങാൻ എന്ത് വാങ്ങണം എന്നുള്ള ഒരു പ്ലാൻ പോലും എൻ്റെ മനസ്സിൽ വന്നില്ല. കണ്ടിട്ട് പോലും എനിക്ക് എന്താ എടുക്കണ്ടേ, ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഞാൻ. സോ ദാറ്റ് ഈസ് ഇറ്റ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ തിരിച്ചുള്ള ക്യാബിൽ കയറലൊക്കെ, ദാറ്റ് ഈസ് കേബിൾ കാറിൽ. സോ അതൊക്കെ കയറി നമ്മളിനി തിരിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ എടുത്ത വിഷ്വൽ പോലെ തന്നെയാണ് അങ്ങോട്ടും. കാരണം നമ്മൾ സെയിം സ്ഥലത്ത് കൂടെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നിങ്ങളെ കാണിച്ച് മുഷിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ തിരിച്ച് പോകുന്ന വഴിക്കും ഈ ചിൻസ്വി സ്റ്റേഷൻ്റെ അവിടെ നിർത്തും. ആക്ച്വലി ആർക്കെങ്കിലും കയറാനുണ്ടെങ്കിൽ കയറാം, അങ്ങനെയുള്ളൊരു ഇതിനാണ് അങ്ങനെ നിർത്തുന്നത്. ആൻഡ് ദെൻ ഓൺലി നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലോട്ട് പോകുള്ളൂ. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി, അത് വേറെ കാര്യം. സോ ഇതാണ് ബാത്തു കേവ്സ്. ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും വളരെ ചെറിയൊരു സ്ഥലമാണ് എന്ന്. അല്ല, ഇത് വളരെ വലിയൊരു പ്രതിമയാണ്. ആൻഡ് അത് മാത്രമല്ല, അതിൻ്റെ ബാക്കിലുള്ള ആ സ്റ്റെപ്പ് മൊത്തം കയറിയിട്ട് ആ അമ്പലത്തിൽ പോകണം. ആൻഡ് ആ സ്റ്റെപ്പ് ചില്ലറ സ്റ്റെപ്പൊന്നും ആയിരുന്നില്ല, എണ്ണമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു അത് കയറുമ്പോൾ കേട്ടോ. കാരണം ഒരുപാടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കുരങ്ങന്മാർ വന്നിട്ട് ഈ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കയ്യിൽ നിന്ന് ഫോണോ എന്തെങ്കിലുമൊക്കെ പോകുമെന്ന്. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കയറിയത്. അപ്പോൾ കയറി കഴിഞ്ഞത് നമ്മൾ കാണുന്ന വ്യൂ ആണിത്. നമ്മൾ വിചാരിക്കും കയറിയതും നമുക്ക് ഈ അമ്പലവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന്. അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതാണ് ഒരു സെക്ഷൻ ഇറങ്ങിയതാണ് ഈ കാണുന്നത്. ആൻഡ് ഇനിയും ഉള്ളിലോട്ട് പോകാനുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് വേർത്തിട്ട് ഭയങ്കര ഗ്ലെയർ അടിക്കുക. കോഴി ബാത്തു കേവ്. എന്ത് ഭംഗിയല്ലേ അകമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ട ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പും കൂടെ കയറി കഴിഞ്ഞാലാണ് ഈ ബാത്തു കേവിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുക. സോ ഈ കാണുന്നതാണ് ലാസ്റ്റ് പോർഷൻ ഓഫ് ബാത്തു കേവ്. ദാറ്റ് ഇസ് അതിൻ്റെ ഉൾഭാഗത്ത്. ഇവിടെയാണ് അമ്പലം ഉള്ളതും. ഈ കൺസ്ട്രക്ഷൻ പോലെയുള്ള ബിൽഡിങ്ങിലാണ്, അതാണ് ആക്ച്വലി അമ്പലം.
അതിപ്പോഴും എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അതിൻ്റെ ചുറ്റുവട്ടം മാത്രമേ കാണിക്കുന്നത്. വളരെ കാം ആൻഡ് എന്താ പറയുക, ഒരു കൂളിംഗ് എഫക്റ്റാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കാരണം അവിടെ നല്ല വെയിലാണ് പുറത്ത്, ഈ കേവിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷേ വൺസ് വി എൻ്റർ ഇൻസൈഡ് ഭയങ്കര കൂളാണ്. അങ്ങനെ അവിടുത്തെ കണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ മലയൊക്കെ കയറി ഇറങ്ങി. ഇനി ഇതിൻ്റെ അടുത്ത് വേറൊരു അമ്പലം കൂടെ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല വെയിലുണ്ട്, ഭയങ്കര ഹ്യൂമിഡാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഞാൻ പറഞ്ഞല്ലോ വേറൊരു അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണിത്. ഒരു കുളം, പിന്നെ അതിൽ കുറേ മീനുണ്ട്. ആൻഡ് പോരാത്തതിന് അവിടെ ഒരു വാട്ടർഫാൾ പോലെ, അതൊരു നാച്ചുറൽ വാട്ടർഫാൾ പോലെയാണോ അതോ ഇവർ ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്തതാണോ എന്ന് മനസ്സിലായില്ല. ആൻഡ് എനിവേ ഇതൊരു നല്ല സ്പോട്ടായിരുന്നു കാണാനൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൂടാണ്, ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. നല്ല സൺ എക്സ്പോഷറൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം അവിടെ നിൽക്കാൻ കഴിയില്ല. ചൂടും പിന്നെ ക്ഷീണമായി, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് അങ്ങനെ കയറുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടു. അതിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയ ഒരു അമ്പലം കൂടെ ഉണ്ട് പറഞ്ഞു, പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോവാം. പിന്നെ ഞാൻ ഇത് വാങ്ങിയത് കാണിച്ചു തരാം റൂമിലെത്തിയിട്ട്. അത് കുറച്ച് ഈവിൾ ലൈൻ്റെ കുറച്ച്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ ചെയ്തു. ഇനി നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണിത്. കണ്ടോ, പാത്ത് വേസിൽ അവർ ഷെയ്ഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഈവനിങ് ആയിട്ട് പുറത്തിറങ്ങിയത് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. ഇതൊക്കെ നോക്ക്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തരാം. ഞാനിങ്ങനെ സ്ട്രീറ്റൊക്കെ കാണിക്കുമ്പോൾ അധികം ഒന്നും സംസാരിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എന്താണ് എക്സാക്ട്ലി ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു റോങ് ഇൻഫർമേഷൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിഷ്വലി കണ്ട് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിനെപ്പറ്റി. ഇപ്പത്തെ സൈഡിലും ഉണ്ട് കുറേ വേഫൽസ്. ആഹാ, മോൾഡോവയിൽ കിട്ടുന്ന കബാബ് ഞാൻ ഇവിടെയും കാണുന്നു. എന്നാൽ മോൾഡോവേനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവണം, കുറ്റം പറഞ്ഞതല്ല. sushi, strawberry. ഇതെന്താന്നറിയില്ല, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. പത്തിരി പോലെ ഉണ്ട്. കുറേ ഉണ്ട്. സമോസ, സ്വീറ്റ്സും നട്ട്സൊക്കെ. ആ കാണുന്നത് നെൽക്കടല. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നല്ല സൈസാണ്. അറിയില്ല, സ്ക്വിഡ് പോലെ ഉണ്ട്.
അത് ക്രാബാ, വേറൊന്നും എനിക്ക് മനസ്സിലായില്ല. ചോദിച്ചു നോക്കണോ? Excuse me. What is this? This is nasi lemak. It is made of? What ingredient? The ingredient we have rice, cucumber, egg, and sambal. Sambar? Yeah, gravy. Gravy. Sauce. 13 റിംഗറ്റ്. 13. ഞാൻ ഈ സാധനത്തിൻ്റെ വിഷ്വൽ ആക്ച്വലി കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഫസ്റ്റ് ഫുള്ള് കാണുക, എന്നിട്ട് വേണ്ട സാധനങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങുക എന്നായിരുന്നു. അതേപോലെ തന്നെ എനിക്കിത് വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ സാധനം വാങ്ങി. ഇത് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അവസാനം റൂമിൽ പോയിട്ട് കഴിക്കുന്നത് ഇടുന്നുണ്ട്. ഇങ്ങനെ അച്ചാറുണ്ടാക്കണ പോലെ ഉണ്ട്. 2 റിംഗറ്റൊക്കെയാണ്. പക്ഷെ ഇതെന്താ സാധനം എന്ന് അറിയണ്ടേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വാങ്ങിയ ഒരു സാധനമാണ്. പൊതുവെ എനിക്ക് പിക്കിൾ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ എനിക്കൊരു ഗട്ട് ഫീലിംഗ് വന്നിട്ട് വാങ്ങിയതാണ്. കാണാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേ. എന്താ സാധനമാവോ? ബാക്കിൽ ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതെനിക്ക് മനസ്സിലായില്ല. ഒന്നല്ലെങ്കിൽ മസ്ക് മലയാണ് എന്തോ, തിന്നുമ്പോൾ തന്നെ അറിയുള്ളൂ. ഇവിടെ ഞാൻ പോണ വഴിക്ക് നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. എന്തോ സോസാണ്. ചൂടാക്കണമൊന്നുമില്ല അല്ലേ? ഇല്ല, കല്ലാണത്. കല്ലിലിട്ട് ഇങ്ങനെ വരച്ചു. അതാണ് അറിയാൻ, എന്താണ് എന്നാണ് അറിയേണ്ടത്. അല്ലാതെ അതാ എരിവ്, നമ്മുടെ എരിവ് ഉരയ്ക്കണം. എരിവല്ല, മുളക് ഉരയ്ക്കണം. 20 കൊടുത്താൽ മതി, ചില്ലറ വേണ്ട. 10 കൊടുക്കണ്ട, 20 കൊടുത്താൽ ചില്ലറ കിട്ടും. നല്ല എരിവുള്ള മുളകാ തോന്നുന്നു. ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയായി വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് അവളൊരു നൂഡിൽസ് പ്രാന്തിയാണ്. കൂന്തള്, പ്രോൺസ്, ഇത് മീനാണ്, സൂഷി. പച്ചമീനല്ലേ? See this guys. അത് മാത്രം. These two. നമ്മൾ ആ വഴിയാണ് പോയത്, ഇനി ഈ വഴി. ആക്ച്വലി കുറേയൊക്കെ സെയിം ആണ്. റിഫ്രഷിങ് ഹെൽത്തി ഡ്രിങ്ക്. ഇതെന്താ എനിക്കറിയില്ല. ഹേസൽനട്ടാണ്. നിങ്ങൾ ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഈ ക്രാബ്, അത് ഞാൻ തിന്നു നോക്കി. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഒരു നമ്മൾ ഈ നത്തലൊക്കെ വറുത്തിട്ട് കഴിക്കുന്ന പോലെ തോന്നും.
ഈ ഷോപ്പ് മൊത്തം കുറോമിയുടെ സാധനങ്ങളായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടാൽ വാങ്ങാനൊക്കെ തോന്നും. പക്ഷേ എൻ്റെ ഈ പ്രായത്തിന് ഉപകാരപ്പെടുന്ന യാതൊരു സാധനവും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ വാങ്ങിക്കൂട്ടാനാണെങ്കിൽ ഉണ്ട്. പക്ഷെ അതിൽ എനിക്ക് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ പൂച്ചക്കുട്ടിയാണ്. ഈ ഭാഗമുള്ള പൂച്ചക്കുട്ടിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല രസം. അവിടെ ഡപ്പയിലൊക്കെ ഉണ്ട്. ഷവർമ്മ പോലെ. Welcome to Malaysia. Thank you. Siti. This one chili. ഉണ്ണിക്കുട്ടൻ കണ്ട തന്നെ. നമ്മൾ ആക്ച്വലി പോകുന്ന വഴിക്ക് കുറേ കുട്ടികളും കുറേ പേര് ഇങ്ങനെ ഊതി കളിച്ചിട്ട് കഴിച്ചിട്ട് പോകുന്നൊരു സാധനം കണ്ടിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് എവിടെ എന്താ നമ്മൾ കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ അവസാനം കണ്ടുപിടിച്ചു സാധനം. ഇത് ഡ്രൈ ഐസ് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ആൻഡ് ഇത് കഴിക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു അധികം മധുരമൊന്നുമില്ല. നമ്മൾ ഈ വറുത്ത് കോരി എടുക്കുന്ന കുറച്ച് കളർഫുള്ളായിട്ടുള്ള എന്താ അതിനെ പറയുകയെന്നറിയില്ല, അങ്ങനത്തെ സാധനമല്ലേ, അതിന് കുറച്ച് മധുരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു ഐറ്റം. ടേസ്റ്റിനേക്കാൾ ഉപരി ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിയത്. തിരക്കുന്നു. കഴിച്ചോക്കെ. അങ്ങനെ നമ്മൾ തെണ്ടി തിരിഞ്ഞ് അവസാനം നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഇനി നമ്മൾ റൂമിൽ പോകുന്നു. അച്ചച്ചനെ കൂട്ടിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. എല്ലാം ഒന്നും പുറത്തെടുത്തില്ല. ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഈ പിക്കിൾ പോലത്തെ സാധനം, അതൊക്കെയാണ് ആദ്യം എടുത്ത് കഴിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പിക്കിൾ ടേസ്റ്റൊക്കെ വരും, പക്ഷേ ഒരു സ്വീറ്റ് ആൻഡ് സോറോ അതെല്ലാം കൂടെ വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ ആക്ച്വലി കഴിക്കാൻ പോയത് അവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അത് ഭയങ്കര ഫേമസ് ആണ്, നാട്ടിലുണ്ട്. എനിക്ക് അതിൻ്റെ പേര് നേരെ ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ. എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല ഞാൻ, കാരണം കണ്ട സാധനങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു ജ്യൂസിൽ ഒതുക്കി. പിന്നെ അതുപോലെ റൂമിൽ എൻ്റെ സൂഷി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ സൂഷി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരൊറ്റ ഇരിപ്പിന് മൊത്തം ഇരുന്ന് കഴിച്ചു. പിന്നെ വേറെ ആരും കഴിക്കാനുണ്ടായിരുന്നില്ല. അച്ഛനും എൻ്റെ അച്ഛനൊക്കെ കൈയൊഴിഞ്ഞു, നീ തന്നെ കഴിച്ചോ എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ. സോ അത്രയേ ഉള്ളൂ ഈ വ്ളോഗ് ഇന്നത്തെ ദിവസം. ദാറ്റ് ഈസ് മലേഷ്യ ഡേ 2. അപ്പോൾ ഡേ 3ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ. ടാറ്റ ബൈ ബൈ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.